ട്രസ്റ്റിൻ്റെ അകത്ത് നിന്ന് ട്രസ്റ്റ് എന്ന് മീൻസ് നമ്മൾ ശരണമെന്നൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷുകാരൻ പറയുന്ന ട്രസ്റ്റ് അല്ല നമ്മുടെ മലയാളത്തിലെ ശരണം. ശരണം ഒരു പ്രാർത്ഥനയുടെ ഒരു അവസാനത്തെ ആവിഷ്കാരം പോലെയാണ്. പക്ഷേ ട്രസ്റ്റ് എന്ന് പറയണത് ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനി അടുത്ത ഓപ്ഷൻ ഇല്ല, അടുത്ത എന്താണെന്നില്ല, ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്, അവസാനത്തെ തിരഞ്ഞെടുപ്പാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉറപ്പെന്ന് പറയുന്നത്? നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ലോകത്തുള്ള വിഷയങ്ങൾ ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശ മാത്രം. ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു പ്രത്യാശ മാത്രമല്ല, പിന്നെന്താണ്, അത് ഉറപ്പാണ്. അതാ വിഷയം. ഉടമ്പടി അനുഭവങ്ങളെ ഒരു 2016 തൊട്ട് 24 ഒരു 8 കൊല്ലം ഉടമ്പടി ഈ ലോകത്ത് ജനങ്ങളെ ഇത് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ഇത്രയും ഉറപ്പെങ്ങനെ കിട്ടണത്? അത് ഉടമ്പടിയിലുള്ള അതിൻ്റെ ചേരുവക അങ്ങനെയാണ്. നമുക്ക് പ്രത്യാശ മാത്രമല്ല തരണത്, പിന്നെന്താണ്, ഉടമ്പടി ഉറപ്പാണ്. ഉടമ്പടി. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനിലുള്ള പ്രത്യാശ മൂലം പറഞ്ഞേ അവനിലുള്ള ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള എന്താണ് പ്രത്യാശ അല്ല, മറിച്ച് ഉറപ്പ് നമുക്കുണ്ട്. അതാണ് വിഷയം. അപ്പോൾ ട്വിസ്റ്റിങ് വന്നവിടെ ഈ ഉറപ്പ് എന്തുകൊണ്ടാണ് വന്നത്? ഉടമ്പടിയിൽ ഉറപ്പ് വരാൻ കാര്യം എന്താ? ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഇന്നലെ അപ്പോച്ചനോടൊക്കെ സംസാരിക്കുകയായിരുന്നു. അതായത് ഈശോയുടെ അവസാന കാലങ്ങളിലെ, മനുഷ്യാവതാരത്തിൻ്റെ അവസാന കാലങ്ങളിലെ അവൻ തീവ്രവേദനയും മുഴുകി. ലുക്ക 22-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി. കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അത് കർത്താവിൻ്റെ ഫ്ലോപ്പായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഫ്ലോപ്പായ പ്രാർത്ഥന, നമ്മൾക്ക് ഫ്ലോപ്പായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നേരെ മറിച്ച് സംഭവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? പല ആൾക്കാരും വിശ്വാസം വെടിഞ്ഞു പോകും. ഇതാണ് വിഷയം. ഈശോ മനുഷ്യനായതിൻ്റെ പേരിലുണ്ടായ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയണത് ആധ്യാത്മികതയ്ക്ക് ഒരു ക്രൈസ്റ്റ് സ്റ്റാൻഡേർഡ് വന്ന്, ക്രിസ്തുവിൻ്റെ ഒരു നിലവാരം. ആധ്യാത്മികത കുറച്ച് സീരിയസ് ആയി. ആധ്യാത്മികത സങ്കല്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളിൽ നിന്ന് ആധ്യാത്മികതയെ ഈശോ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന 22:44 ഈശോ എന്താ പ്രാർത്ഥിക്കണത്? സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാ പറയും ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ച് എററുണ്ട്, ഇത് എന്തുമാത്രം ഇത് മുഴുവനും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഈശോയോട് പരിശുദ്ധാത്മാവ് പറയും. ഉടനെ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ആ ആലോചന കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം കൂട്ടിച്ചേർക്കും. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അതാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ഗുണം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ബയോളജി ഒന്ന് തിരുത്തും. നമ്മളെ തിരുത്തത്തില്ല. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ തിരുത്തത്തില്ല. നമ്മൾ ആ പ്രാർത്ഥനയിൽ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പ്രാർത്ഥന തിരുത്തും. ഇപ്പം ഈശോ എന്താ പ്രാർത്ഥിച്ചത്? 22:44 എന്താ പ്രാർത്ഥിച്ചത്? സാധ്യമെങ്കിൽ പിതാവേ, പറഞ്ഞേ, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശുമരണമാണ്. കുരിശുമരണം എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഐ ആം സോ ഫിയർ അബൌട്ട് ഇറ്റ്. ഞാനിങ്ങനെ ഒരുതരം ആങ്സൈറ്റിയിലാണ് ഈ വിഷയം. ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉള്ളതുപോലെ പറയും. അതാണ് പ്രാർത്ഥന. ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങളും അങ്ങനെ ഇരിക്കണം, ഞാനും അങ്ങനെ ഇരിക്കണം. എന്താ സംബന്ധിച്ചത്? നമുക്ക് വാട്ട് യു ഫീൽ യു ജസ്റ്റ് പ്ലേസ് ആസ് ഇറ്റ് ഈസ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്ത് ഫീൽ ചെയ്താലും. ഇപ്പം നിങ്ങൾ കുർബാനയ്ക്ക് വരും, നിങ്ങൾക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചോ,
അപ്പോൾ ദൈവം പറഞ്ഞത് എനിക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണത് ആ വ്യക്തിയോട്. എനിക്ക് ആ വെറുപ്പിൽ നിന്ന് മോചനമില്ല. കാര്യം എന്നോട് അത്ര അങ്ങനെയാണ് ചെയ്തിരിക്കണം. നിങ്ങളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു അത് പ്ലേസ്. അല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒന്നും പറയരുത്. വേറെ ഒന്നും വാട്ട് യു ഫീൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മദ്യത്തോട് കൊതിയാണ് തോന്നണമെന്ന് വിചാരിച്ചോ. ഈശോ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് മദ്യത്തോട് കാണുമ്പോൾ കൊതി തരണം. അപ്പോൾ അങ്ങനെ തന്നെ പറയണം. അത് പല പ്രാവശ്യം പറയണമെന്നേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നണത്? നിങ്ങളുടെ വികാരങ്ങളെ തന്നെയാണ് ശബ്ദമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണത് ദൈവതിരുസന്നിധിയിൽ. കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്ന് പറയണം. ദൈവത്തിന് അറിയാമല്ലോ. കാര്യം ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാമല്ലോ. അപ്പോൾ വളരെ നേക്കഡ് ബിഫോർ ഗോഡ്. ബിഷപ്പ് റോബിൻസൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്, നേക്കഡ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ ദിവസത്തിന് മുമ്പിൽ നഗ്നനായി നിൽക്കുക എന്നാണ്. തുണിയില്ലാണ്ട് നിൽക്കുന്നതല്ല, നമ്മൾ റിസർവ്ഡ് അല്ലാതെ നിൽക്കുക. വേറെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്ന് ആലോചിക്കരുത്. ഇത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സത്യസന്ധതയുണ്ടാകണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് അറിയാം. കർത്താവ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിയന് ചേട്ടന് പിള്ളേരും ഉണ്ടാകരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ കാര്യം? ചേട്ടന് പിള്ളേരെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. എന്താ കാര്യം? അവൻ്റെ ഓഹരി കൂടി എനിക്ക് കിട്ടുമല്ലോ എന്ന്. ഇത് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ പോലെ കാര്യമുണ്ട്. ദൈവത്തിന് അറിയാം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഫ്രോഡാകും. അപ്പം നിങ്ങളിപ്പോൾ ചേച്ചി ആശുപത്രിയിൽ പോയി പോയപ്പോൾ നിങ്ങളുടെ ഭാര്യയോട്, അനിയനാണെങ്കിൽ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കും, എന്താണ് ചേച്ചിക്ക് ഈ പ്രാവശ്യം? അത് പോയി, അത് അപോർഷനായി പോയെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ദീർഘനിശ്വാസം. അപ്പം ഈ ചേട്ടൻ്റെ ഭാര്യയുടെ കൊച്ച് അപോർഷനായി പോയെന്ന് കേൾക്കുമ്പോൾ അനിയന് ദീർഘനിശ്വാസം എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ദീർഘനിശ്വാസമാണത്. എന്താ കാര്യം? നമുക്ക് ആ ഓഹരി കൂടി കിട്ടുമല്ല എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഇതുപോലെയുള്ള വൈകൃതങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. പലരുടെ മനസ്സിൽ പല രീതിയിലാണ് ഉള്ളത്. പല രീതി. ഇപ്പോൾ കൺഗ്രാജുലേഷൻ പറയുമ്പോഴും ഉള്ളിൽ പറയും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. മാർക്ക് ചിലപ്പോൾ 5 കിട്ടിയായിരിക്കും കൂടുതൽ. 5 മാർക്ക് നമ്മളുടെ 5 മാർക്ക് നമ്മളെക്കാൾ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും. അല്ല, ഇത് കെട്ടിപ്പിടിച്ചൊരു കൺഗ്രാജുലേഷനൊക്കെ പറയും. മലയാളിയെപ്പോലും ഇതുപോലെ കാപട്യം പിടിച്ച സാധനം ലോകത്ത് ഒരിടത്തും കാണത്തില്ല. കാര്യം നമ്മൾ ഒന്ന് വെച്ചിട്ട് വേറൊരു സാധനം അങ്ങോട്ട് പറയും. ഇത് ആധ്യാത്മിക ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥന സത്യസന്ധമായി ഈശോ പറയണം. എന്താ മനസ്സിൽ തോന്നുന്നത്? യു ജസ്റ്റ് പ്ലേസ് ഇറ്റ്. ഇത് പ്ലേസ് ചെയ്യാതെ ഇരുന്നൊരു മനുഷ്യനാണ് യൂദാസ്. യൂദാസ് അവസാന നിമിഷം വരെ മനസ്സിലുള്ളത് തുറന്ന് പറയത്തില്ല. ഇത് കുംഭസാരം പോലെ വന്നാൽ മതിയായി. ഈശോ നിന്നെ ഒറ്റ കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. എനിക്ക് നിൻ്റെ പ്രബോധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് യൂദാസ് അൾത്താരെ പ്രതിഷ്ഠിക്കപ്പെട്ടേനാണ്. കുംഭസാരിക്കാതിരുന്നാൽ അവൻ്റെ കുഴപ്പം. കുംഭസാരിക്കാൻ നേരിട്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പന്നി കുംഭസാരിച്ചില്ല. എന്തൊരു ഭാഗ്യമായിരുന്നു അവന്. കർത്താവ് കൂടെ നടക്കണ. അപ്പോഴൊന്നും പറഞ്ഞു, എനിക്ക് കർത്താവ് എനിക്കൊരു കാര്യം, നീ എന്നെക്കുറിച്ചൊന്നും തോന്നരുത്. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കുഞ്ഞുനാൾ പോലെ പല പല വിഷയങ്ങൾ ഇടപെട്ടിരിക്കണ കാരണം എനിക്ക് ഈ ആധ്യാത്മികതൊന്നും തലയിൽ കയറത്തില്ല. നീ പറയണത് എനിക്ക് ഇപ്പോഴും നിന്നെ വിശ്വാസമില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒറ്റിക്കൊടുക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ആശരാന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്നെങ്ങാനും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് രഹസ്യമല്ലേ, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എന്നാ പറ്റി? ആത്മഹത്യയും ചെയ്ത് പരസ്യമാകുകയും ചെയ്ത് ഈ ഭൂമി ഉണ്ടാകുന്നിടത്തോളം കാലം കള്ളനുമായി. എന്തിനാണ് ഈ കച്ചവടത്തിന് പോണത്? ദൈവത്തോട് ഉള്ളതുപോലെ അങ്ങോട്ട് പറയുക. ഉള്ളത് എന്താണോ ഉള്ളതുപോലെ പറയുക. എന്തായാലും പറഞ്ഞാൽ ഒന്നാമത്തെ അവസ്ഥ റീഫണ്ട് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും ഏറ്റെടുത്തിരിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്ന്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ റെക്ടിഫൈ ചെയ്യാനുള്ള ആളും അവൻ തന്നെയാണ്. അതാണ് വിഷയം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഏത് അവസ്ഥയിലും നിലനിർത്താൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും അവനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നോട് ഇടപഴകുന്നതിന് വളരെ സുതാര്യമായ ഒരു മനോനിലവാരം കൈവരിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് യൂദാസ് ഓപ്പൺ അല്ലാതിരുന്നത് കൊണ്ടാണ് അവസാനം ഈശോയ്ക്ക് വെള്ളവും പാത്രവും അരക്ക് കച്ചയും കെട്ടി വെള്ളവും പാത്രവും എടുത്ത് ഇറങ്ങേണ്ടി വന്നത്.
ഈ കാല് കഴുകലൊക്കെ സംഭവിക്കുന്നത് യൂദാസ് എന്ന ഒറ്റ പേഴ്സൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാനുള്ള സാഹചര്യ തെളിവ് ബൈബിൾ തരുന്നുണ്ട്. ഞാൻ ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കണത്. എന്താ പറയണത്? എല്ലാവരുടെയും പാദങ്ങളെ ഇവൻ ചുറ്റി നടന്ന് കഴുകും. യൂദാസിനെയും ആ കൂട്ടത്തിൽ കഴുകും. കഴുകിയിട്ടുവൻ പറഞ്ഞ ഡയലോഗാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്. അതാണ്. കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ്, പക്ഷേ ഒരാളല്ലെന്ന് പറയും. ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കൈ കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യൂദാസിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അത് ഭയങ്കര സംഭവമാണ്. അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് തോന്നണം. ഇപ്പം കൃപാസന അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നുവെന്ന് പ്രാർത്ഥിക്കണം എന്നല്ലേ. ആധ്യാത്മിക ദുരന്തങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട്, വേറെ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളിയുണ്ട്. അപ്പം നീ എന്താ പറയണേ? ഒക്കെ ശരിയാവും. അപ്പം രണ്ടാമത്തെ അവൾ ചോദിക്കും, ഓരോ മനുഷ്യ നിങ്ങളെന്നെ ഉപേക്ഷിച്ച് കളയവാ? അല്ല, ഒരിക്കലും എൻ്റെ കടുത്ത തല ഉണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ യൂദാസ് അവൻ മാറാൻ അവന് പറ്റണില്ല. ശരിക്കും പറഞ്ഞാൽ അവന് പറ്റണില്ല, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും. ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചാടി വിചാരിച്ചോ. നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം. തുറന്ന് പറയുമ്പോൾ ഒരു കാപട്യം അതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, ദൈവമേ ഈ അപരാധി ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും, ദൈവമേ നീ തീരുമാനം അങ്ങനെ എടുത്തു പോരുത് കേട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്വം കിടന്ന് കളിക്കണ കളി. എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം എന്തെങ്കിലും ദുശ്ശീലമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, സിറിഞ്ച് എടുക്കുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, അത് കളയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കളയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ? അതെ, എന്തെങ്കിലും ഒരു പാളം തെറ്റിയ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും? എൻ്റെ ദൈവപൈതലെ അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം. കർത്താവ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് പേടിയാണ്, നീ എങ്ങനെ ഇടപെട്ടിട്ട് അവൾ വല്ലതും ചത്തുപോവുകയും ഞാൻ വല്ലതും വണ്ടിക്കടിയിൽ പോവുകയൊക്കെ ഞാൻ സംഗതി കുഴപ്പമാണ്. അതൊന്നും വേണ്ട കർത്താവോ, നീ എന്നോട് ക്ഷമിച്ചാൽ മതി, ഞാൻ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തോളാമെന്ന്. അതാണ് പ്രശ്നം. നീ എന്നോട് അപ്പം ദൈവത്തിനടുത്ത് വരണേ എന്തിനാണ്? നിൻ്റെ ചുറ്റിക്കളിയെല്ലാം കറക്റ്റാകുകയും ചെയ്യണം, ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം. ദിസ് ഈസ് കാപട്ട്, ഇത് ഫ്രോഡാണ് ഈ പരിപാടി. നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിരിപ്പെല്ലാം തുറന്ന് പറയണം. പിതാവിനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത്. എന്താ കാര്യം? ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പല പ്രാവശ്യം ഈശോ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഒരുമിച്ച് പാടാം. യോഹന്നാൻ 9:39. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ന്യായവിധിയെല്ലാം കഴിയാൻ സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുമരണം കഴിഞ്ഞിട്ടാണ് ന്യായവിധി വരണത്. ന്യായവിധി തന്നെ എപ്പോഴാണ്? 25-35 വരണത്. അനന്തരൻ രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു. 25-35 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മത്തായി 25:34. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇതാണ് ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ലൂക്ക 9:31
മത്തായി 25:34 തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ് ശരിക്കും. കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്ന ന്യായവിധിയാണ്. ആ ന്യായവിധിയിൽ സംഭവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലതുവശത്ത് നിൽക്കുന്നവരും ഇടതുവശത്ത് നിൽക്കുന്നവരും എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ വലതുവശത്ത് നിൽക്കുന്നവർ പണ്ട് അന്ധന്മാരായിരുന്നു, ദൈവത്തിൻ്റെ വചനം കണ്ടിട്ടും കാണാത്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ മറ്റേ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അതായിരുന്നു ഇത് വിഷയം വരണത്. പക്ഷെ കണ്ടെങ്കിലും അത് അവർ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ അവർ പെശക് സംഭവിച്ചു. അങ്ങനെ ഉടമ്പടിയിലും അന്ധന്മാരുണ്ടല്ലോ, ഉടമ്പടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അത് പ്രാക്ടിക്കലായിട്ടുള്ള ബ്ലൈൻഡ് മാൻ ഉണ്ട്, ഉടമ്പടിയിലുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ ബ്ലൈൻഡാണെന്ന് ദൈവത്തിന് അറിയാം. കാര്യം ഇവരെല്ലാം അറിയും, പക്ഷെ അത് ചെയ്യത്തില്ല. ചിലർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുകയും ചെയ്യും, എല്ലാം ചെയ്യുകയും ചെയ്യും, അതിൻ്റെ ഇരട്ടി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് അത് കുരിശുമരണത്തിലൂടെ നേടിയെടുക്കുന്ന അന്ത്യവിധി ആയിട്ടുള്ള കർത്താവ് ആടണം. അപ്പോഴേ കർത്താവ് അവൻ ദൈവവും കർത്താവുമല്ലേ. എൻ്റെ കർത്താവ് തോമസിലേക്ക് എന്താ വിളിക്കണത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ ആണ്. അപ്പോൾ എൻ്റെ ദൈവമാണ് കർത്താവ് എന്ന് പറയുമ്പോൾ വിധിയാളനാണ് ശരിക്കും. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിധിയാളനായി. കർത്താവ് മരണത്തെ ജയിച്ച് കഴിഞ്ഞ് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ മരണത്തെ ജയിച്ചു. അപ്പോൾ വിധിയാളനായി, കർത്താവായി. അതാണ് എൻ്റെ കർത്താവേ എന്ന് വിളിക്കണത്. എൻ്റെ കർത്താവ് ആരാണ്? ദൈവമാണവൻ. അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഈ വിധിയാളനാകുന്നതിന് മുമ്പ് ഉള്ളതാണ് കുരിശുമരണം, പാപത്തിന് പരിഹാരം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഈ 9:31 ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഇത് ക്രൂസിഫിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ദെയർ. കർത്താവിനറിയാം ഈ ന്യായവിധിയെല്ലാം നടക്കുന്നത് പാപത്തിൻ്റെ മേൽ ശരീരത്തിന് ശിക്ഷ വിധിച്ച് കഴിഞ്ഞിട്ടാണെന്ന്. പാപത്തിൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചോട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമാ 8:3. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒന്നിനു വായിച്ച വചനം ശരീരത്താൽ ബലഹീനമാക്കി. നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ട് എഴുതിയിടണം. DTP ചെയ്തോ കൈകൊണ്ട് എഴുതിയോ അടുക്കളയിലോ സ്റ്റഡി റൂമിലോ പറ്റിച്ച് വെക്കണം. ഇതാണ് സത്യം. ഈ സത്യത്തിൽ നിന്നാണ് ബാക്കി എല്ലാ സത്യങ്ങളും ഉണ്ടാകുന്നത്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് നിയമത്തിന് അസാധ്യമായതാണ് ദൈവം ചെയ്തത്. പഴയ നിയമത്തിന് അസാധ്യമായത്. പഴയ നിയമം പോരായിരുന്നു, പിന്നെ എന്തിനാണ് പുതിയ നിയമം വന്നത്? ക്രിസ്തുവിന് എന്തിനാണ് പിന്നീട് യഹോവ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പറയണത്. എന്താ പറയണത്? പഴയ നിയമത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല. ന്യായമായ പരിഹാരമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാമോ? ഒരാടിനെ എടുത്തിട്ട് ആടിൻ്റെ രോമങ്ങളെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ചെയ്ത വ്യഭിചാരം എന്നും പറഞ്ഞ് എഴുതിയിട്ട്, വ്യഭിചാരം പറഞ്ഞാൽ അതിൻ്റെ ഒരു ചീട്ട് എഴുതിയിട്ട് ആ രോമത്തെ കെട്ടിവെക്കും. ടേക്ക് ദ റെഫറൻസ്. അതായത് പിന്നീട് ഇവർ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചു എന്നും പറഞ്ഞ് ചീട്ട് എഴുതി വെച്ചും ആടിൻ്റെ രോമം കൂട്ടിയെടുത്തിട്ട് അതിനെ കെട്ടിവെക്കും. ഇങ്ങനെ ഒരു ആടിനെ വിലക്ക് വാങ്ങിച്ചിട്ട് രോമത്തെ മുഴുവനും ഇവരുടെ പാപങ്ങളുടെ ചീട്ടുകൾ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ ആട് ഈ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് ഇങ്ങനെ വീർത്ത് ചീർത്തങ്ങളെ നിൽക്കും.
എന്നിട്ട് ഈ പൊട്ടൻ മനുഷ്യന്മാർ ഇതിനെ മലമുകളിൽ കൊണ്ടുപോയി താഴെയിട്ട് തള്ളിയിടും. അപ്പോൾ അത് ആട് രക്തത്തിൽ പടന്ന് ചത്തുപോകും. എന്നിട്ട് പറയും എൻ്റെ പാപങ്ങളെല്ലാം ചത്തുപോയി, ഞാൻ ഫ്രീ ആണെന്ന്. അങ്ങനെ മൃഗത്തിൻ്റെ മേൽ സ്വന്തം പാപം അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് പഴയ നിയമത്തിലുള്ളത്. അതുകൊണ്ടാണ് സെൻറ്റ് പോൾ തിരുത്തണത്. എന്താ കാര്യം? ആ അഭ്യാസങ്ങൾ കൊണ്ട്, ഇവന്മാരുടെ അഭ്യാസം കൊണ്ട് മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടത്തില്ല. മനസ്സിലായില്ലേ? ഐഡിയ കിട്ടില്ലേ?